ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടെറസിലൊക്കെ നട്ട് ഉണ്ടാക്കിയ നമ്മുടെ പച്ചക്കറി കൃഷിയിൽ നിന്നും കുറച്ച് വിളവെടുക്കാനായതൊക്കെ വിളവെടുക്കുന്നൊരു വീഡിയോയാണ് കാണിക്കുന്നത്. വീടിൻ്റെ ടെറസിലോ മട്ടുപ്പാവിലോ പച്ചക്കറി കൃഷി ചെയ്യുന്നത് വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാക്കാനും ഒപ്പം മികച്ചൊരു വിനോദത്തിനും സഹായിക്കുന്നു. അപ്പോൾ അതാ നമുക്ക് പാകമായതൊക്കെ ഒന്ന് വിളവെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൊമ്പൻ വെണ്ടയാണ് കേട്ടോ വിളവെടുക്കുന്നത്. ദിവസവും നമുക്ക് ഇതിൽ നിന്ന് വെണ്ട വിളവെടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ദിവസവും 3-4 എണ്ണം വെച്ച് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം മൂക്കാനൊന്നും വെക്കരുത്. പാകമായാൽ വേഗം തന്നെ വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്നും മൂത്തിട്ടില്ല, നല്ല വലിപ്പമുള്ള വെണ്ടക്കയാണ് ഈ ആനക്കൊമ്പൻ വെണ്ട എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ വില്ലേജ് അഗ്രോയിൽ നിന്നും തൈകൾ വാങ്ങി നട്ടുപിടിപ്പിച്ചതാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് വഴുതനയും എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ വഴുതന എടുക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതാ ഉണ്ട വഴുതനയും എടുക്കാനായിട്ടുണ്ട്, അതും കൂടെ എടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും എടുക്കാനുണ്ട്. ടെറസിൽ നല്ല രീതിയിൽ തന്നെ പച്ചക്കറികൾ നമുക്ക് മികച്ച രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. ചീരയൊക്കെ വളരെ വേഗത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തക്കാളി, മുളക് കൃത്യമായ പരിചരണം നൽകിയാൽ മികച്ച വിളവ് ലഭിക്കും. പിന്നെ വെണ്ട, വഴുതന ഗ്രോ ബാഗുകളിൽ എളുപ്പത്തിൽ വളർത്താം. പയറ്, വെള്ളരി പന്തലൊരുക്കി നൽകിയാൽ ഇവ സമൃദ്ധമായി കായ്ക്കും. അതുപോലെ കാബേജ്, കോളിഫ്ലവർ ശീതകാലത്ത് ടെറസിൽ ഇവ നന്നായി വളരും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്യമായ സമയം. പച്ചക്കറികൾ അധികം മൂക്കുന്നതിന് മുമ്പ് വിളവെടുക്കാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് വെണ്ടയും പയറും ഇളം പ്രായത്തിൽ പറിച്ചെടുക്കുന്നതാണ് രുചികരം. കൈകൊണ്ട് വലിച്ചു പറിക്കാതെ കത്രികയോ മൂർച്ചയുള്ള കത്തിയോ ഉപയോഗിച്ച് മുറിച്ചെടുക്കുന്നത് ചെടിയുടെ തണ്ടിന് കേടുപാടുകൾ സംഭവിക്കുന്നത് ഒഴിവാക്കാം. വൈകുന്നേരങ്ങളിലോ പുലർച്ചെയോ വിളവെടുക്കുന്നത് പച്ചക്കറികൾ വാടിപ്പോകാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വിളവെടുപ്പ് കൃത്യസമയത്ത് നടത്തുന്ന ചെടിയിൽ പുതിയ പൂക്കളും കായ്കളും ഉണ്ടാകാൻ പ്രേരിപ്പിക്കും. അപ്പോൾ അതാ തക്കാളിയുടെ ലാസ്റ്റ് വിളവെടുപ്പാട്ടത്. അപ്പോൾ അതും കൂടെ നമുക്ക് വിളവെടുക്കാം. സ്വന്തമായി കൃഷി ചെയ്യുന്നതിലൂടെ കീടനാശിനികളില്ലാത്ത ഭക്ഷണം ഉറപ്പാക്കാം. സ്ഥലപരിമിതി മറികടക്കാം. ഭൂമി കുറവായുള്ളവർക്ക് ടെറസ് ഒരു മികച്ച കൃഷിയിടമാണ്. ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്ന പച്ചക്കറികൾ നമുക്ക് വിറ്റ് വരുമാനം കണ്ടെത്താനും സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ടെറസിൽ ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ മണ്ണ്, ചാണകപ്പൊടി, മണൽ മിശ്രിതം നിറച്ച് തക്കാളി, മുളക്, ഇലക്കറികൾ, പയറ്, വെണ്ട തുടങ്ങിയ വിഷരഹിത പച്ചക്കറികൾ വിജയകരമായി നട്ടുവളർത്തി നമുക്ക് വിളവെടുക്കാവുന്നതാണ്. കൃത്യമായ പരിചരണത്തിലൂടെ തുടക്കക്കാർക്കും ചെറിയ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവ് ലഭിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വിളവെടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ദിവസവും ഇതുപോലെയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. താങ്ക്